എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൊളാപ്സ് ചെയ്ത് വീഴുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് CPR കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് കാണിച്ചു തരുന്നത്. ആദ്യമേ പറയട്ടെ, തലചുറ്റി വീഴുന്ന എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു സംഭവമല്ല CPR. പിന്നെ എപ്പോഴാണ് കൊടുക്കേണ്ടത്? തലചുറ്റി വീഴുന്ന ഒരാളെ നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇവിടെ നാടി പിടിച്ച് നോക്കുന്ന സമയത്ത് പൾസ് ഇല്ല, അതുപോലെ തന്നെ അദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നില്ല, അതായത് ശ്വസിക്കുന്നുമില്ല, ഹൃദയമിടിപ്പുമില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോഴാണ് അദ്ദേഹത്തിന് നിങ്ങൾ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? രണ്ട് രീതിയിലാണ്. ഒന്ന്, രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് കാർഡിയക് കംപ്രഷൻ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കാരണം അധിക രീതിയിലും പൾസ് ഇല്ലാത്ത, അതായത് ഒരു പൾസ് ഇല്ലാത്ത ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം 99% കാർഡിയക് അറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കാർഡിയക് കംപ്രഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ ബ്രീത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാർഡിയക് കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. എന്നാൽ രണ്ടുപേരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 30 കാർഡിയക് കംപ്രഷൻ കൊടുക്കുക, അതിന് ശേഷം 2 റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി, ഒരു ആംബുലൻസിനെയോ പോലീസിനെയോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം. ആ മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ നിങ്ങൾ CPR കണ്ടിന്യൂ ചെയ്യണം. ആ CPR കൊടുക്കാനുള്ള കാർഡിയക് കംപ്രഷൻ കൊടുക്കാനുള്ള രീതി എന്ന് പറയുന്നത്, നിങ്ങൾ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ ഇത്തരത്തിൽ ഈ രീതിയിൽ ലോക്ക് ചെയ്യുക. അതിനുശേഷം 2 നിപ്പിളിൻ്റെ ജസ്റ്റ് നടുവിൽ കുറച്ച് താഴെയായിട്ട് ഇത്തരത്തിൽ കൈകൾ വെക്കുക. ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം. കൈ ഇങ്ങനെ വളയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങളുടെ ബോഡി അനങ്ങാനൊന്നും പാടില്ല. വളരെ നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 1 2 3 4 5 6 7 8 9 10 ഇത്തരത്തിൽ 30 കാർഡിയക് കംപ്രഷൻ കൊടുക്കുക. അതിനുശേഷം മൗത്ത് ടു മൗത്ത് ഇത്തരത്തിൽ റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. ഈ മൗത്ത് സീൽ കംപ്ലീറ്റ് ആയിരിക്കണം, വായു പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല. അപ്പോൾ 30 കാർഡിയക് കംപ്രഷൻസ് കൊടുക്കുക, 2 റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. ഈ കാർഡിയക് കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് 1 മിനിറ്റിൽ, അതായത് 60 സെക്കൻഡിൽ 100 മുതൽ 120 വരെ കാർഡിയക് കംപ്രഷൻസ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എത്ര ഡെപ്ത് എന്നുള്ളത് 5 സെന്റിമീറ്ററാണ് ഡെപ്ത്. അത് ഇത്തരത്തിൽ കുറയാനും പാടില്ല, ഇത്തരത്തിൽ ഒരുപാട് കൂടാനും പാടില്ല. അത് രണ്ടും ശരിയല്ല. കറക്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 ഇത്തരത്തിൽ 5 സെന്റിമീറ്റർ ഡെപ്തിൽ 1 മിനിറ്റിൽ 100 മുതൽ 120 വരെ കാർഡിയക് കംപ്രഷൻസ് കൊടുക്കാനാണ്. ഇത് എത്ര നേരം വരെ കൊടുക്കണം? ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നത് വരെ നിങ്ങൾ ഈ തരത്തിൽ 30 കാർഡിയക് കംപ്രഷൻസ് 2 റെസ്ക്യൂ ബ്രത്ത് വെച്ച് കണ്ടിന്യൂ ചെയ്യണം. അതർവൈസ് ആ മനുഷ്യനെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ പൾസ് ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കണം, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കണം. പൾസ് തിരിച്ചു വരുന്നു, ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് നിർത്താവുന്നതാണ്.